ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ചിത്രരചനയുടെ ബാലപാഠം രണ്ടാമത്തെ പാർട്ടിലേക്ക് നമുക്കൊന്ന് കടക്കാം. കഴിഞ്ഞ ദിവസം വെച്ചത് ഒരു ഒബ്ജക്റ്റ് മാത്രമുള്ള ഒരു സിംഗിൾ ഒബ്ജക്റ്റ് മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഡ്രോയിങ് ചെയ്യാൻ പഠിച്ചത് അല്ലേ. എന്നാൽ ഇന്ന് അതിനോടൊപ്പം തന്നെ ഒരു ഒബ്ജക്റ്റ് കൂടി നമ്മൾ ഇതിനോടൊപ്പം വരയ്ക്കാൻ പോവുകയാണ്. ആ ഒബ്ജക്റ്റ് കുറച്ചുകൂടി നീളമുള്ള ഒരു ഒബ്ജക്റ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അതിൻ്റെ താഴ്വശവും മുകൾ വശവും അതിൻ്റെ ഉയരം എത്രയാണോ നമ്മളത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കതൊന്ന് അടയാളപ്പെടുത്തി വെക്കുകയാണ്. ഒന്ന് മുകളിൽ ഒന്ന് താഴെയായിട്ട് ഇത്രയും ഉയരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കത്രയാണ് വേണ്ടത്. അപ്പോൾ ആ ഉയരത്തിനനുസരിച്ചുള്ള ഒരു വണ്ണം, ഈ ഹൈറ്റിനനുസരിച്ചുള്ള വിഡ്ത്ത് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ നല്ല ഒരു നീളമുള്ള ഒരു ഒബ്ജക്റ്റാണ് നമ്മൾ വരയ്ക്കുന്നത്. നമ്മൾ മുമ്പേ കണ്ടു, അതിനകത്തിരിക്കുന്ന ഒരു പച്ച കുപ്പിയും അതിൻ്റെ ഒരു കൂടെയുള്ള കഴിഞ്ഞ ദിവസം നമ്മൾ വർക്ക് ചെയ്ത സെയിം സാധനം ഒരു ഗ്ലാസും കൂടിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് സ്കെച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ പോർഷനുകൾ എവിടം വരെയാണ് ഇതിൻ്റെ കഴുത്ത് പോർഷൻ വരുന്നത്, അതിന് മേപ്പോട്ടെത്ര ഉണ്ട്, താഴോട്ടെത്ര ഉണ്ട്, ഇതൊക്കെ നമ്മളൊന്ന് കണക്കൂട്ടാമെങ്കിൽ ഏകദേശം ഇവിടം വരെ ഒരു ലെവലും അതിനുശേഷം അതിൻ്റെ കഴുത്ത് പോർഷനുമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സെൻറ്റർ നമ്മളങ്ങ് അടയാളപ്പെടുത്തുന്നു, ഇപ്പുറം അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം അതിനെ നേരെ സെൻറ്റർ നേരെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി തൊട്ടപ്പുറവും ഇപ്പുറവുമായി നമ്മളതിനെ ഒന്ന് തുല്യമായ അളവിൽ ഒന്ന് സ്കെച്ച് ചെയ്യാൻ ശ്രമിച്ചാൽ ആ വരയുടെ അപ്പുറവും ഇപ്പുറവും കൃത്യമായി നിൽക്കത്തക്ക വിധത്തിൽ നമുക്കൊന്ന് സ്കെച്ച് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരവും കൃത്യമായിരിക്കണം. അതിനുശേഷം ഇവിടെ നിന്ന് നേരെ താഴേക്ക് പോകുന്നൊരു സെൻറ്ററിലെ ലൈൻ നോക്കിയിട്ട് അപ്പുറവും ഇപ്പുറവും തുല്യമാണ് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് ഇവിടെ വരുമ്പോഴേക്കും വണ്ണം കൂടുതലുണ്ട് അല്ലേ. ഇവരുടെ അപ്പുറവും ഇപ്പുറവും തുല്യമായിട്ട് നമ്മളൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ആ അടയാളപ്പെടുത്തിയതിലേക്ക് നമ്മളിതിനെ ഒന്ന് കൊണ്ടൊന്ന് യോജിപ്പിക്കുകയാണ്. നേരെ കൊണ്ട് യോജിപ്പിച്ചു. അതിനുശേഷം അതിനെ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നമ്മുടെ നേരത്തെ വരച്ച വരയിലേക്ക് നമ്മൾ കൊണ്ടു ചേർക്കുന്നു. അതുതന്നെ ഇവിടെയും സംഭവിക്കുകയാണ്. ഒരുപോലെ അപ്പുറം ഇപ്പുറം ഒരുപോലെ വരും. രണ്ട് വശത്തും ഒരേപോലെ അപ്പുറം ഇപ്പുറവും കൃത്യമായി നമുക്കത് കൊണ്ടൊന്ന് എത്തിക്കാൻ കഴിയും. പിന്നെ നേരെയുള്ള വരയാണ് താപ്പോട്ടുള്ളത്. പിന്നെ അതൊരു പ്രശ്നമേ അല്ല, നേരെ തന്നെ ആ വര കൃത്യമായി പോകുന്നു. എന്നാൽ ഇതിൻ്റെ താഴ്വശം ഇതൊരു ഉരുണ്ട ഒബ്ജക്റ്റ് ആയതുകൊണ്ട് താഴ്വശം ഇങ്ങനെ ഒരു റൗണ്ട് രൂപത്തിലാണ് ഇരിക്കുന്നത്. ചെറിയൊരു കർവ് സെൻറ്റർ കൊണ്ട് ഇച്ചിരി താഴേക്ക് വളഞ്ഞ് നമുക്കത് കാണാൻ പറ്റും. അതിൻ്റെ അടിവശത്തൊരു ചെറിയ കനം ഉണ്ടല്ലേ, സോഡ കുപ്പിയുടെയൊക്കെ ചുവടെന്ന് പറയുന്ന പോലെ ഗ്ലാസിൻ്റെ ചുവട്, കുപ്പിയുടെ ചുവട് ഇവിടെ ഇത്രയുടെ ഗ്ലാസ്സാണ്. അതിന് മുകളിലോട്ടുള്ള പോർഷനിലാണ് ഇതിൻ്റെ പൊള്ളയായ ഭാഗം നിൽക്കുന്നത്. അത്രയും നമ്മൾ അതിൽ വരച്ച് ചേർത്തു. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇതിൻ്റെ മർമ്മപ്രധാനമായ അതിൻ്റെ ഹൈലൈറ്റുകൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ അതിൻ്റെ ഹൈലൈറ്റുകൾ നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. ഹൈലൈറ്റ്, ഇവിടെ ഹൈലൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഹൈലൈറ്റ് ഉണ്ട്. ഇതിൻ്റെ എവിടെയൊക്കെ ആയിട്ട് ഹൈലൈറ്റുകളും ഹാഫ് ടോണുകളും ഒക്കെയായി ഒരുപാട് നല്ല ലൈറ്റുകൾ ഇതിനകത്ത് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ടാണ് ഇത് ഗ്ലാസ് പോലെ തന്നെ നമുക്ക് വരയ്ച്ചെടുക്കാൻ പറ്റുന്നത്. നമ്മൾ ഇത്രയും വരച്ചു, അങ്ങനെ നിൽക്കട്ടെ. ഇനി നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പോഴേക്കും ആവശ്യമായ രീതിയിൽ നമുക്കതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ചെയ്തതിന് ശേഷം
അടുത്ത ഒബ്ജക്റ്റിലേക്ക് വരുമ്പോഴാണ് ഇതും അടുത്ത ഒബ്ജക്റ്റും തമ്മിൽ എന്താണ് ബന്ധം. അതൊരു വലിയ ഘടകമാണ്. രണ്ട് ഒബ്ജക്റ്റുകൾക്ക് അളവിലുള്ള വ്യത്യാസം, അതിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസമൊക്കെ വലിയ ഘടകമാണ്. അപ്പം നമ്മൾ നോക്കാമെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുൻപിലാണ് നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്ന ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് മുൻപിൽ ഈ ഒബ്ജക്റ്റിനെ കവർ ചെയ്തുകൊണ്ടാണ് അടുത്ത ഒബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കാമെങ്കിൽ രണ്ടാമത് ഇനിയും വരയ്ക്കാൻ പോകുന്ന ഒബ്ജക്റ്റിൻ്റെ മുകൾ വശം ഈ വരച്ചിരിക്കുന്ന കുപ്പിയുടെ ഏകദേശം ഈ കഴുത്തിൻ്റെ പോർഷൻ വരെ ഉള്ളൂ, മേപ്പോട്ടില്ല. ഇവിടെ വേണം അതിൻ്റെ താഴ്വശം മുകൾ വശം വരുന്നത്, മാക്സിമം വരുന്നത് ഇവിടെ ആയിരിക്കും. ഇത്രയും ഹൈറ്റാണ് അതിന് ഉള്ളത്. അടുത്ത ഒന്നുകൂടെ നോക്കാമെങ്കിൽ ഇതിങ്ങനെ ഇരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഈ താഴ്വശം വരുന്നത് ഇവിടെ ആയിരിക്കും. ആ ഗ്ലാസ് പോലെയുള്ള പോർഷൻ വരുന്നത് ഇവിടെ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചതുപോലെ തന്നെ ഇതിനെ വീണ്ടും ഒരു സ്ക്വയർ വീണ്ടും വരയ്ക്കുന്നു. ഈ കുപ്പിയേക്കാൾ കുറച്ചും കൂടി വണ്ണം ഇതിനുണ്ട്. അപ്പോൾ നമ്മൾ ആ കുപ്പിയുടെ വണ്ണം ഒന്ന് അളന്നു. അപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി വണ്ണം ഇങ്ങോട്ട് നീക്കി നമ്മൾ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇത്രയും വലുപ്പത്തിൽ വരയ്ക്കും. അതേ രീതിയിൽ തന്നെ നമ്മൾ ഇതിനെയും ഒരു സ്ക്വയറാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചുവട് ഇവിടെ ആയിരുന്നു അല്ലേ, ഇവിടെയാണ്. എന്നാൽ ഫ്രണ്ടിലിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ചുവട് സ്വാഭാവികമായും ഈ പേപ്പറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വരും. അപ്പോൾ നമ്മളത് കുറച്ചും കൂടി താഴേക്ക് മാറ്റി നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ ഇത്രയും ഹൈറ്റിലാണ് ഈ സംഗതി ഇപ്പോൾ നിൽക്കുന്നത്. നോക്കിയാൽ മനസ്സിലാവും ഈ കുപ്പിയുടെ വണ്ണത്തിനേക്കാൾ വണ്ണം കൂടുതലാണ് ഇതിന് വരേണ്ടത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ആ വണ്ണമുള്ള ഇച്ചിരും കൂടെ നമ്മളൊന്ന് വണ്ണം അതിന് കൂടുതലാക്കി ഇച്ചിരി കൂടെ കൂട്ടിയിട്ടു. ഓക്കെ, കഴിഞ്ഞ ദിവസം വരച്ചതുപോലെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി അളവ്, ഈ ഹാൻഡിൽ മുതൽ താപ്പോട്ടുള്ള അളവ് ചെറുതും മുകളിലുള്ള അളവ് കൂടുതലുമാണ്. അപ്പോൾ നമ്മൾ ഈ വര ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി താഴേക്ക് വരണം. ഓക്കെ, താഴേക്ക് വരേണ്ടത് കൊണ്ട് നമ്മൾ ഇച്ചിരി താത്ത് വരച്ചിട്ട് ആദ്യം വരച്ചത് നമ്മളങ്ങനെ റേസ് ചെയ്ത് കളയുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചതുപോലെ, കഴിഞ്ഞ വീഡിയോയിൽ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ വരച്ചതുപോലെ തന്നെ ഇതിനെ ഒരു വൃത്തമാക്കി മാറ്റാം. ഇതിനെ ഒരു വൃത്തമാക്കി വരയ്ക്കണം. ഹാഫ് സർക്കിളായാലും മതി, പൂർണ്ണ വൃത്തം വേണമെന്ന് ഇല്ല. കണ്ട ഈ പകുതിക്കകത്ത് വെച്ച് വരച്ചു. ഇതിനേക്കാൾ വലിപ്പം കുറവാണ് ഇവിടെ. നമ്മളത് കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തിരുന്നു. അത്രയും ദൂരം ഇങ്ങോട്ടും മാറ്റി വരച്ചു. ഓക്കെ, അതിനുശേഷം അതിനെ ഇതിലേക്ക് കണക്റ്റ് ചെയ്തു. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം സ്കെച്ച് ചെയ്തപ്പോൾ ചെയ്തതാണ്. അങ്ങനെ തന്നെ ഇതും ബാക്കിയും കൂടെ വരയ്ക്കുന്നു. അപ്പോൾ ഇതിൻ്റെ താഴ്വശം വരുന്നത് ഈ കുപ്പിയുടെ താഴ്വശത്തിനേക്കാൾ കുറച്ചും കൂടി ഇവിടേക്കാണ് വരുന്നത്. ഇതാണ് ഈ രീതിയിലാണ് നമ്മൾ ഒന്നിലധികം ഒബ്ജക്റ്റുകൾ ഉള്ള ഡ്രോയിങ്ങുകൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു ഒബ്ജക്റ്റ് ആദ്യം വരയ്ക്കുന്നു. ആ ഒബ്ജക്റ്റിൻ്റെ വലിപ്പവുമായി ബന്ധപ്പെടുത്തി വേണം തൊട്ടടുത്തുള്ള ഒബ്ജക്റ്റുകളൊക്കെ തന്നെ വരയ്ക്കാൻ. ഇത്രയും അകലവും സ്വാഭാവികമായിട്ടുണ്ടാകും. എന്താ കാര്യം, ഇത് റൗണ്ടിലിരിക്കുന്ന സാധനം, ഇത്രയും വണ്ണമുണ്ട് ഇതിന് അല്ലേ. ആ വണ്ണം അപ്പുറത്തോട്ടും ഉണ്ട്. ഇപ്പോൾ ഗ്ലാസ്സിലത് അപ്പുറത്തെ കുപ്പിയിൽ മുട്ടിയാൽ പോലും അത്രയും ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ബാക്കിയുള്ള പോർഷനൊക്കെ നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള അതേപോലെ തന്നെ ഇത് വരയ്ക്കുന്നു. ഇനി ഞാനിത് ഒരു വാട്ടർ കളർ ചെയ്യാൻ പരുവത്തിലുള്ള മറ്റൊരു പേപ്പറിലേക്ക് വരച്ചിട്ട് നമുക്കതൊന്ന് കളർ ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഈ സ്ക്വയറൊക്കെ തുടച്ച് മാറ്റിയതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് എവിടെയുണ്ടോ അത് ഒന്ന് അടയാളപ്പെടുത്തുന്നു. ഈ പേപ്പർ ഇതിവിടെയാണ്, അതിനകത്ത് കൂടി ജസ്റ്റ് കാണാം. ഇങ്ങോട്ട് വരുന്നു, അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഇങ്ങനെ കിടക്കുന്നു അല്ലേ. ഇതിൽ മുകളിലോട്ടുള്ള പോർഷൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നു. ഇത് ഇരിക്കുന്ന ഈ പോർഷൻ നമുക്ക് ഫോർഗ്രൗണ്ട് എന്നും പറയാം. ബാക്ക്ഗ്രൗണ്ടും
ഫോർഗ്രൗണ്ടും. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മളിതിൻ്റെ പിൻഭാഗം മൊത്തം രണ്ടായിട്ട് മാറ്റുകയും ഒന്ന് ബാക്ക്ഗ്രൗണ്ടും ഒന്ന് ഫോർഗ്രൗണ്ടുമായി ചെയ്യുകയും ഇതിനെ നമ്മൾ നല്ല രീതിയിലൊന്ന് കളർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്തുള്ള പോരായ്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുകൂടി നമ്മൾ നോക്കിയിട്ട് അതും കൂടി തിരുത്തി വേണം നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ സ്കെച്ച് കറക്റ്റാക്കി ചെയ്യാൻ. അപ്പോൾ നമുക്കൊരു റഫായിട്ടാണ് ഈ സ്കെച്ച് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ പേപ്പറിൽ എങ്ങനെ വെള്ള പേപ്പറിൽ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും ഈ ഹൈലൈറ്റുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഇത് ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് ആ ഹൈലൈറ്റുകളാണ് അതിൻ്റെ ടോപ്പായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഓരോ ഡീറ്റെയിൽസും നമ്മൾ പെയിൻറ്റിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പേപ്പറിലേക്ക് സ്കെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ചെയ്യുക. അതിനുശേഷം കളർ ഉപയോഗിച്ച് നല്ലപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കളറിലേക്ക് കിടക്കാം. എന്താ ഓക്കെ.